ആനക്കാര്യത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുത്തങ്ങ എലിഫൻറ്റ് ക്യാമ്പിലെ വിശേഷങ്ങളാണ് നിങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോഴും ഇവിടെ തന്നെയാണ്. ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒന്നും തന്നെ തീരുന്നില്ല. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ ആനകളെ കാണാൻ നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റില്ലല്ലോ, അപ്പോൾ പിന്നെ എന്താണ് കാര്യം എന്നുള്ളതൊക്കെ. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. അതായത് സഫാരി ഉണ്ട്. സഫാരി എന്ന് പറയുമ്പോഴത്തേക്ക് കാട്ടിലൂടെ ഒരു 10-12 കിലോമീറ്റർ നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ അതിന് ജീപ്പുണ്ട്, അതുപോലെ വലിയ വാന് പോലെയുള്ള വാഹനങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഉള്ളിലൂടെ പോകുമ്പോഴത്തേക്കുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനകളെ കാണാൻ പറ്റും എന്നുള്ളതൊരു ഭാഗ്യം പോലെ ഇരിക്കും. ആനകളെ കാണാം, ചിലപ്പോൾ കണ്ടില്ല എന്നും വരാം. എന്തായാലും അതെല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ആനക്കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. എലിഫൻറ്റ് ക്യാമ്പിലെ ഒരു സുന്ദരിയാണ് ഇനി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. സുന്ദരിയാണ് എൻ്റെ പുറകിൽ നിൽക്കുന്നത്. കൂടെ 2 സുന്ദരന്മാരും കൂടെ ഉണ്ട്. സുന്ദരിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അവരാണ്. അപ്പോൾ അവരെ നമുക്കൊന്ന് വിശദമായിട്ട് പരിചയപ്പെടാം. ഹലോ, എന്താ പേര്? എൻ്റെ വിഷ്ണു. വിഷ്ണു, ഓക്കെ. ജനീഷ്, ഓക്കെ. അപ്പം നിങ്ങൾ മലയാളികളാണ്. ഓക്കെ, എവിടെ നിങ്ങളുടെ സ്ഥലം? ഞങ്ങളിവിടെ തന്നെ കോളനിയിൽ. എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടല്ലോ. ഇവിടുത്തെ കോളനിയിൽ തന്നെ അല്ലേ? 2 പേരും. സുന്ദരി പോയിട്ടോ. ഇവിടെ അതാണ്, ഒരൊറ്റ ചങ്ങലയിലാണ് നിർത്തുന്നത്. അതുകൊണ്ട് ഇവർക്ക് കുറേ റൗണ്ട് ഇവർക്ക് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റും അല്ലേ? അപ്പോൾ ആൾ പോയി. ഇൻ്റർവ്യൂ ഒക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് സുന്ദരിയെ കുറിച്ചൊന്ന് പറയൂ. എത്ര വയസ്സുണ്ട് ഇപ്പം? 13 വയസ്സുണ്ട്. 13. ഓക്കെ. എവിടുന്നാണ് വന്നത്, അല്ലെങ്കിൽ എവിടുന്നാണ് കിട്ടിയത്? ഇവിടുന്ന് തന്നെ കിട്ടിയതാണ്. ഓ, അത് ശരി. ഓക്കെ. അതെങ്ങനെയാണെന്നറിയോ? എങ്ങനെ വെച്ചത്? എത്ര പ്രായത്തിൽ? ഒരു 2 വയസ്സുണ്ടാവും. 2 വയസ്സ്. പഠിക്കുമായിരുന്നോ? അപ്പം അന്ന് ആ പ്രായം മുതലേ അറിയാമല്ലോ സുന്ദരീനെ. ഓക്കെ. പിന്നെ എങ്ങനെയാണ് ഈ പണിയിലേക്ക് വന്നത്? നമ്മൾ പാരമ്പര്യമായിട്ട് മുത്തച്ഛനും അച്ഛനൊക്കെ ആനപ്പാവന്മാരായിരുന്നു. അപ്പം അത് ശരി. അപ്പം അതുകൊണ്ട് പിന്നെ വേറൊരു ജോലി എന്നുള്ളത് ഇല്ല അല്ലേ? ഓക്കെ. അന്ന് ആ സമയത്ത് എങ്ങനെയായിരുന്നു? അപ്പം ആരാ നോക്കിയിരുന്നത് ഇവിടെ ഉള്ളവർ? മുത്തശ്ശൻ. മുത്തശ്ശൻ നോക്കിയ ആനയാണ് ഇപ്പതേ പേരക്കുട്ടി നോക്കുന്നു. ഓക്കെ. അപ്പം അച്ഛനും മുത്തശ്ശനും ഒക്കെ ഇങ്ങനെ ആന ജോലി ചെയ്ത് അപ്പം അത് കണ്ട് അങ്ങനെ തന്നെ അവിടെ നിന്ന് ആഗ്രഹിച്ചിട്ടാണോ ഇത് ചെയ്യാൻ തുടങ്ങിയത്? ആണ്. ഓക്കെ. സുന്ദരിയുടെ ഒരു സ്വഭാവം, കാര്യങ്ങൾ. ഇപ്പം നിങ്ങൾ രാവിലെ പോയി കാട്ടിൽ പോയി വൈകിട്ട് ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയുമോ? അതിപ്പം എങ്ങനെ കാട്ടിലേക്ക് വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളും കൂടെ തന്നെ ഇങ്ങനെ നടക്കുമോ? ഇല്ല, നമ്മൾ കൊണ്ടുപോയി കെട്ടുള്ളൂ. പിന്നെ അവരവരുടെ ഇഷ്ടത്തിന് കഴിച്ചുകൊണ്ടിരിക്കും അല്ലേ? അവരുടെ കുറുമ്പ് എന്തായാലും കാണിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ. സുന്ദരി കുറുമ്പിയാണോ? പിന്നെ ആണോ? എന്തൊക്കെ കുറുമ്പത്തരങ്ങളുണ്ട് കയ്യില്? കുറുമ്പത്തരം എന്ന് പറയുമ്പോ എന്നാ അവൾക്ക് എന്നാ ഈ കുരങ്ങിന്റെ സൗണ്ട് ഒന്നും ഇഷ്ടമില്ല. അയ്യോ, അപ്പൊ ഇവിടെ നിറയെ കുരങ്ങന്മാരുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? അവള് ചിലപ്പോടും ആളോടും. ഓക്കെ. പേടിച്ചോടും. ശരി.
അച്ഛനും മുത്തച്ഛനും ഒക്കെ ആനക്കാരായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ചെറുപ്പം മുതലേ അത് കണ്ടതുകൊണ്ട് എങ്ങനെയാണ് വീണ്ടും ഇങ്ങനെ വലുതായി കഴിഞ്ഞപ്പോൾ ഒരു ആനക്കാരൻ തന്നെ ആവണമെന്ന് തോന്നി? നമ്മളിപ്പോൾ അതിൻ്റെ സിറ്റുവേഷനാണ് ഇങ്ങനെ വളർന്നു വന്നത്. ബേസിക്കായിട്ട് അതിൻ്റെ പറയുക ഓക്കെ. അത് പിന്നെ കാരണം എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ല അല്ലേ? ഓക്കെ. ഇദ്ദേഹം ഇവിടെ ഉള്ള ആൾ തന്നെയല്ലേ? ഓക്കെ. എങ്ങനെയായിരുന്നു ഇങ്ങനെ സുന്ദരിയിലേക്ക് വന്നത്? പഠിക്കുമ്പോൾ ഒരു കമ്പുണ്ടായി പണി ചെയ്യണം. അച്ഛനൊക്കെ ഇതേ പണിയായിരുന്നു. ഓക്കെ. താങ്കളുടെ അച്ഛനും ആനക്കാരനായിരുന്നു. ഓക്കെ. അപ്പം അതിനോട് കമ്പം കൊണ്ട് ഓക്കെ. ഏറ്റവും ആദ്യത്തെ ആന സുന്ദരിയാണോ? ഓക്കെ. പറയാം. സുന്ദരിക്ക് ഇപ്പം ഈ പറഞ്ഞ പോലെ ഇവിടുന്ന് ഇനി വൈകിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡ്യൂട്ടി ഉണ്ടോ? വൈകിട്ട് രാത്രി ഒന്ന് വന്ന് നോക്കും, തീറ്റിട്ട് കൊടുക്കും, ചിലപ്പോൾ കൂടെ ഉണ്ടാവും. ഓക്കെ. നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് അറിയുമല്ലോ സുന്ദരി അല്ലേ? അല്ലേ? എവിടെ ആയാലും വിളിച്ച വഴിക്ക് ഇപ്പൊ കാട്ടിൽ നിന്നൊക്കെ ഇപ്പൊ നിങ്ങളുടെ ഒരു സമയത്തിന് നിങ്ങൾ ഇങ്ങോട്ട് കയറ്റണമല്ലോ. അപ്പൊ ആ ഒരു ടൈം ആവുമ്പോ നിങ്ങൾ വിളിച്ചാ വരുമോ? വരും. അതൊന്നൊരു കുഴപ്പമില്ല. ഓക്കെ. ഇവിടെ ഇപ്പോൾ ഒത്തിരി പാപ്പാമാരുണ്ടല്ലോ. അപ്പം നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങൾക്ക് കാര്യങ്ങൾ നോക്കാൻ പറ്റിയില്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാവരും സഹകരിച്ചിട്ട് തന്നെയാണ് ഇങ്ങനെ പോകുന്നത്. എങ്ങനെയാ അതൊക്കെ എന്ന് പറയുമോ? എല്ലാവരുമായിട്ടുള്ള ഒരു നിങ്ങളുടെ ഒരു എല്ലാ ചട്ടക്കാരും കൂടെ ഒരുമിച്ച് കൂടുമ്പോഴുള്ള ഒരു കാര്യങ്ങൾ. ഇപ്പം നമ്മളിവിടെ ആനയെ നോക്കാൻ തമിഴ്നാട്ടിലുള്ള ആൾക്കാരുണ്ട്, നമ്മൾ കേരളത്തിലുള്ള ആൾക്കാരുണ്ട്. അപ്പം അവർ രണ്ടുപേരും മിങ്കിളാണ് നമ്മൾ രണ്ടുപേരും. ഓക്കെ. രണ്ട് സംസ്ഥാനങ്ങളും തമ്മിൽ നല്ല സ്നേഹത്തിലാണ് അല്ലേ? ഓക്കെ. പിന്നെ അതായത് ഇപ്പം സുന്ദരി നല്ല കുറുമ്പിയാണെന്ന് പറഞ്ഞല്ലോ. രാവിലെ ആണെങ്കിൽ കുളിക്കാൻ കൊണ്ടുപോകുന്ന ഒരു കാര്യമുണ്ട്, എല്ലാവരും കൂടെ ഒരുമിച്ച് കുളിക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊക്കെ ഇങ്ങനെ കുസൃതിത്തരങ്ങൾ കാണിക്കുമോ? ഇപ്പം അധികം അങ്ങനെ കാണിക്കത്തില്ല. പിന്നെ അവളുടെ ഒരു പ്രായം അങ്ങനെയാണ്. ഓക്കെ. അതെ. ആ പ്രായത്തിലുള്ളതായിട്ടുള്ള കുറുമ്പും കാര്യങ്ങളും ഉണ്ട്. പുതിയതായിട്ട് ഇപ്പം ഇവിടെ എല്ലാവരും ഒരു കുങ്കി പരിശീലനം നടക്കുന്നുണ്ട്. അവളെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ? നമ്മളിപ്പോൾ ആനയെ ചങ്ങല ചവിട്ടിക്കാനും ഈ വക്കാന്ന് പറയും, ഈ തടി വെച്ചിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നുണ്ട്. അതൊക്കെ പഠിച്ചു. ഓക്കെ. ഇനിയിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം രാവിലെ ഒരു സ്ഥിരം ഒരു ട്രെയിനിങ് കൊടുക്കുന്ന ഒരു രീതി ഉണ്ട് എന്ന് കേട്ടു. അപ്പം അത് എങ്ങനെയാ സുന്ദരിക്ക് ചെയ്യാറുണ്ടോ? ഡെയിലി ചെയ്യാറുണ്ട്. അപ്പൊക്കെ എങ്ങനെയാ? അതിപ്പം പറയണതനുസരിക്കുന്നുണ്ട്, അതിനൊരു കുഴപ്പമില്ല. ഓക്കെ. ഇപ്പം നിങ്ങളോട് എപ്പോഴെങ്കിലും ഒക്കെ ഒരു പിണക്കം കാണിക്കാറുണ്ടോ? അതെന്തായാലും കാണിക്കും. ഇപ്പോൾ ഈ പാദരോഗമൊക്കെ വരാതിരിക്കാൻ എന്തെങ്കിലും പ്രത്യേക ശ്രദ്ധയോ ട്രീറ്റ്മെന്റോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? നമ്മൾ ചെയ്യാറുണ്ട്. ആനയുടെ കാല് നമ്മളൊരു വേപ്പെണ്ണ പറയും, അത് തേക്കാരനാണ് എന്നും ഡെയിലി തേക്കും, രാവിലെ വൈകിട്ട് തേക്കും. ഓക്കെ. അതിപ്പോ ആനയുടെ കാല് നമ്മൾ ചങ്ങല അതിന്റെ മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊന്നും ആവാണ്ടിരിക്കാൻ. പിന്നെ നഖത്തിന്റെ ഒരു നമ്മുടെ കാലം തക്കത്തില്ലേ, അതുപോലെ അത് ഈ കുട്ടിപ്രായത്തെ കുട്ടികൾ ആനകൾക്കാ ചെയ്യുന്നുള്ളൂ അതോ വലിയ ആനകൾക്കും ചെയ്യുന്നുണ്ടോ? ഇല്ല, അങ്ങനെയില്ല, എല്ലാവർക്കും ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ പ്രത്യേക ആരോഗ്യ സംരക്ഷണങ്ങളൊക്കെയും ഇവിടെ നടക്കുന്നുണ്ട്. ഈ ആനക്കാരൻ എന്ന നിലയ്ക്ക് ഇപ്പം സുന്ദരിയുടെ ഒരു സ്വഭാവത്തിനെ കുറിച്ച് ഒന്ന് പറയോ? സുന്ദരിക്ക് പെട്ടെന്ന് പട്ടിയൊന്നും കുറുകെ ചാടുന്ന ഇഷ്ടമല്ല. പട്ടി അപ്പൊ കുരങ്ങനെ നേരത്തെ പേടിയാണ്, പട്ടീനെ പേടിയാണ്. പിന്നെ അടിക്കണ തീരെ ഇഷ്ടമല്ല അവൾക്ക്. അടിക്കണ തീരെ ഇഷ്ടമില്ല. അപ്പൊ നിങ്ങളോട് പിണങ്ങും. അപ്പൊ നിങ്ങൾക്ക് അടി കിട്ടുമോ? ഇല്ല. മുഖം തിരിച്ചു പിടിക്കും. മുഖം തിരിച്ചു പിടിക്കും, പിണങ്ങിയിരിക്കും അല്ലേ? എന്നിട്ട് പിണക്കം മാറ്റി നിങ്ങൾ എന്ത് ചെയ്യും? ശർക്കരയൊക്കെ കൊടുത്ത് അങ്ങനെ മധുരം കൊടുത്ത് ഇടക്കത്തിലാക്കും അല്ലേ? അത് ശരി. അപ്പൊ ഇവിടെ ആണെങ്കിൽ നിറയെ പട്ടിയും കുറിക്കനും ഒക്കെ ഉണ്ട്. അത് ആദ്യം വന്നപ്പോ ഭയങ്കര ഓട്ടക്കാരിയൊക്കെ ആയിരുന്നു. പിന്നെ കണ്ട് ശീലായി. അപ്പൊ പേടിപ്പ് മാറി തുടങ്ങിയിട്ടുണ്ടോ അല്ലേ? ഓക്കെ. അപ്പോൾ സുന്ദരിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ രണ്ടുപേരും പറഞ്ഞു തന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പം നിങ്ങളുടെ ജോലിയൊക്കെ വീണ്ടും നടക്കട്ടെ. അപ്പം എന്തായാലും താങ്ക് യു. ഓക്കെ. അപ്പം സുന്ദരിയുടെ നമുക്ക് പരിചയപ്പെടുത്തി തന്നു. ഇനി നമ്മൾ കാടിനുള്ളിലൂടെ ഒരു ചെറിയ യാത്ര പോവാണ്. അപ്പോൾ നിങ്ങളും കൂടെ ഉണ്ടാവുക. കാട്ടിനുള്ളിലൂടെ നമ്മളിങ്ങനെ യാത്ര പോയോണ്ടിരിക്കുകയാണ്. വരുന്ന വഴി നമ്മളിപ്പോൾ കുറേ മാനുകളെ കണ്ടു. മാനുകളെ കാണുമ്പോൾ നമുക്ക് വലിയ ഇഷ്ടമാണല്ലേ. അപ്പം ആ യാത്ര കഴിഞ്ഞ് നമ്മളിങ്ങനെ പോയോണ്ടിരിക്കുമ്പോൾ വേറൊരു കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ഇട്ടതാണ്. ദേ കണ്ടില്ലേ അവിടെ ഒരു തേനീച്ചക്കൂട്. ഒരു തേനീച്ചക്കൂടല്ല കേട്ടോ, 2-3 തേനീച്ചക്കൂടുകളുണ്ട്. നല്ല ഹൈറ്റിലാണ്. ഇനിയും നമ്മളെ കാഴ്ചകൾ കാത്തിരിക്കുന്നുണ്ടെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് പോവാം.
കാടിനുള്ളിലൂടെ ഉള്ളൊരു യാത്ര എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. നല്ല ശുദ്ധവായു ശ്വസിച്ച് ഈ ഭംഗിയുള്ള കാഴ്ചകളും കണ്ട് ആസ്വദിച്ചു കൊണ്ടൊരു യാത്ര എന്ന് പറയുന്നത്, അത് നിങ്ങൾക്കും ആ യാത്ര നടത്താം കേട്ടോ. ഇവിടെ വന്നാൽ മതി. ഇവിടെ രാവിലെയും വൈകുന്നേരങ്ങളും ഫോറസ്റ്റിൻ്റെ ഈ ഒരു സഫാരി ഉണ്ട്. അപ്പോൾ അത് ആർക്ക് വേണമെങ്കിലും അത് ഇഷ്ടം പോലെ തിരഞ്ഞെടുക്കാം. നല്ലൊരു എന്താ പറയുക, ഒരു റിഫ്രഷായിട്ട് നമുക്ക് കാടിനുള്ളിൽ നിന്ന് തിരിച്ചു കയറാം എന്നുള്ളതാണ്. നമ്മൾ പുറത്ത് ബാക്കിയുള്ള എന്താ പറയുക കലർപ്പ് നിറഞ്ഞ വായു ശ്വസിച്ച് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ബിസി ഷെഡ്യൂളിലൂടെ ഒക്കെ ലൈഫ് പോയോണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഒന്ന് കാട് കയറുന്നത് നല്ലതാണ്. ഇപ്പം നമ്മൾ ഒരു കാടിൻ്റെ നടുക്കാണ് നിൽക്കുന്നത്. ഇവിടെ ഈ ഒരു നല്ല ആംബിയൻസ് കണ്ടു കഴിഞ്ഞപ്പോൾ ഒന്ന് ജസ്റ്റ് ഇറങ്ങാമെന്ന് നമ്മൾ ചേട്ടൻ്റെ അടുത്ത് പറയുമായിരുന്നു. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് MC മടമ്പൻ. എന്താ? MC മടമ്പൻ. MC മടമ്പൻ. ഓക്കെ, അദ്ദേഹമാണ് നമ്മളുടെ ഗൈഡ്. നമുക്ക് ഇവിടുന്ന് വരുമ്പോൾ ഉള്ള കാര്യങ്ങളും അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ സഫാരി പോകുമ്പോൾ ഇങ്ങനെ ഇറങ്ങാനുള്ള അനുമതി ഇല്ല ആർക്കും. പക്ഷെ നമ്മൾ പ്രത്യേക പെർമിഷനൊക്കെ എടുത്ത് നമുക്ക് ഒരു എന്താ പറയുക ഇങ്ങനത്തെ കൂടുതൽ അറിയാത്ത ആളുകൾക്ക് വേണ്ടി ഈ മുത്തങ്ങ സഫാരിയെക്കുറിച്ചും ഈ കാടിനുള്ള ദൃശ്യങ്ങളൊക്കെ പകർത്താൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേക അനുമതി തന്ന എല്ലാ സാറുമാരോടും ഞങ്ങൾ സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഒപ്പം ഇനിയും കാഴ്ചകളുണ്ട്. നമുക്കിനി ഒന്നും കൂടെ കുറച്ചുകൂടെ മുന്നോട്ട് പോകാനില്ലേ? നമുക്ക് പോവാം. ഓക്കെ. മുത്തങ്ങ എലിഫന്റ് ക്യാമ്പിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആനക്കാര്യത്തിൽ അടുത്തൊരു ഗജകേസരിയുടെ വിശേഷമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.